മാനവ സമൂഹത്തിന് നൽകേണ്ടുന്ന വസീയത്തുകളിൽ വളരെ പ്രധാനപ്പെട്ടതും ഒന്നാമത്തതുമായ വസീയത്ത് തൗഹീദിന്റെ കൂടെയുള്ള വസീയത്ത് ശുക്രിനെ സംബന്ധിച്ചാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ലുഖ്മാനിൽ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകന് നൽകിയ ഉപദേശം നമുക്കറിയാം. യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്നശ്ശിർക ലദുൽമുൻ അദീം. ശിർക്ക് ചെയ്യരുത്, അത് വലിയ ദുൽമാണ്, അക്രമമാണ്, പാടില്ലാത്തതാണ് എന്ന് തൗഹീദിന്റെ പാഠങ്ങൾ പഠിപ്പിച്ചു. ശേഷം അല്ലാഹു മനുഷ്യ സമൂഹത്തിന് നൽകിയ വസിയത്തിനെ കുറിച്ച് പറയുകയാണ്. അല്ലാഹു പറയുന്നു, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ വഫിസാലുഹു ഫീ ആമൈൻ അനിഷ്കുർ ലീ വലിവാലിദൈക്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മനുഷ്യനോട് ഞാൻ വസിയ്യത്ത് ചെയ്തിരിക്കുന്നു. അല്ലാഹു മനുഷ്യന് നൽകുന്ന വസിയ്യത്താണ്. ആ വസിയ്യത്തിൽ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന വിഷയങ്ങൾ പറഞ്ഞിട്ട് അല്ലാഹു പറയാണ്, മനുഷ്യന് നൽകുന്ന വസിയ്യത്ത് അനിഷ്കുർ ലീ, എന്നോട് നന്ദി കാണിക്കണം നിങ്ങൾ, വലിവാലിദൈക്, നിങ്ങളുടെ മാതാപിതാക്കളോടും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവ സമൂഹത്തിന് നൽകുന്ന വസിയ്യത്തുകളിൽ വളരെ പ്രധാനപ്പെട്ടതും പ്രഥമവുമായ വസിയ്യത്ത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നന്ദിയുള്ളവരായിരിക്കണം ഒരു അടിമ എന്നതാകുന്നു. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ, ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ നന്ദിയുള്ളവനാവുക എന്നത് വളരെ പ്രധാനപ്പെട്ടതും ഈമാനിന്റെയും തൗഹീദിന്റെയും അടിസ്ഥാനമായി വർത്തിക്കുന്നതും എന്താണ്? ഈ ഒരു നന്ദി ബോധമാണ്, കൃതജ്ഞതാ ബോധമാകുന്നു. ഇത് അറിയാവുന്ന ഇബ്ലീസ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെ സൃഷ്ടിച്ച അന്ന്, ആദം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് സുജൂദ് ചെയ്യണമെന്ന് ഇബ്ലീസിനോട് റഹ്മാനായ റബ്ബ് കൽപ്പിച്ച അന്ന്, അഥവാ മനുഷ്യ ചരിത്രത്തിന്റെ 1-ാം തീയതി ഇബ്ലീസ് പറഞ്ഞ വിഷയം എന്താണ്? പരിശുദ്ധ ഖുർആനിൽ നമുക്കത് കാണാം. സൂറത്തുൽ അറാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇബ്ലീസ് അന്ന് പ്രഖ്യാപിച്ചു, എന്താണ്? സുമ്മ ലആതിയന്നഹും മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം വഅൻ ഐമാനിഹിം വഅൻ ശമാഇലിഹിം വലാ തജിദു അക്സറഹും ശാകിരീൻ. ഞാൻ മനുഷ്യരുടെ അടുക്കൽ ചെല്ലും, അവരുടെ മുന്നിലൂടെ, പിറകിലൂടെ, വലതുഭാഗത്തുകൂടെ, ഇടതുഭാഗത്തുകൂടെ. എന്തിന്? അവരെ നന്ദി കെട്ടവരാക്കാൻ. അതുകൊണ്ട് തന്നെ റബ്ബേ വലാ തജിദു അക്സറഹും ശാകിരീൻ, മനുഷ്യരിൽ ഭൂരിപക്ഷത്തെയും നന്ദി കാണിക്കുന്നവരായി നിനക്ക് കാണാൻ കഴിയില്ല. അഥവാ ഇബ്ലീസ് മനുഷ്യനെ നന്ദി കെട്ടവനാക്കാൻ വേണ്ടിയാണ് പരമപ്രധാനമായി ശ്രമിക്കുക. ശുക്റിന് തൗഹീദും ഈമാനുമായിട്ടുള്ള ബന്ധവും, ശുക്റിന്റെ ഓപ്പോസിറ്റായ നന്ദികേടാകുന്ന കുഫറിന് ഈമാനിനെതിരിലും ഇസ്ലാമിനെതിരിലും തൗഹീദിനെതിരിലുമുള്ള അതിന്റെ പ്രാധാന്യവും നന്നായി തിരിച്ചറിഞ്ഞു. ആര്? ഇബ്ലീസ് തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരാളെ കാഫിറാക്കാനും മുശ്രിക്കാക്കാനും ഏറ്റവും പറ്റിയ പണി മനുഷ്യനെ നന്ദി കെട്ടവനാക്കലാണ് എന്ന് ഇബ്ലീസ് മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഇബ്ലീസ് പ്രഖ്യാപിച്ചത്, ഞാൻ മനുഷ്യനെ നന്ദി കെട്ടവനാക്കാൻ വേണ്ടി ശ്രമിക്കും. അതിലൂടെയാണ് കുഫറിലേക്ക് പോവുക, അതിലൂടെയാണ് ശിർക്കിലേക്ക് പോവുക, അതിലൂടെയാണ് നരകത്തിലേക്കുള്ള പാതയും എളുപ്പമാവുക എന്ന് മനസ്സിലാക്കിയ ഇബ്ലീസ് പറഞ്ഞു, വലാ തജിദു അക്സറഹും ശാകിരീൻ, മനുഷ്യരിൽ ഭൂരിപക്ഷത്തെയും നന്ദി കാണിക്കുന്നവരായി നിനക്ക് കാണുവാൻ സാധ്യമല്ല. ആ പറഞ്ഞതുപോലെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നംലിൽ പറഞ്ഞത്, വഖലീലും മിൻ ഇബാദിയശ് ശകൂർ, എന്റെ അടിമകളിൽ, മനുഷ്യരിൽ നന്ദി കാണിക്കുന്നവർ വളരെ കുറച്ചു മാത്രമേയുള്ളൂ. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ നന്ദി കാണിക്കുന്നുള്ളൂ. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാകിന്ന അക്സറന്നാസി ലാ യശ്കുറൂൻ, മനുഷ്യരിൽ ഭൂരിപക്ഷവും നന്ദി കെട്ടവരാണ്. മനുഷ്യരിൽ ഭൂരിപക്ഷവും നന്ദി കെട്ടവരാണ്. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലഖനൂദുൻ, മനുഷ്യൻ തന്റെ റബ്ബിനോട്, തന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവനാകുന്നു.
സൂറത്തുൽ ഇൻഫിതാറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നില്ലേ, യാ അയ്യുഹൽ ഇൻസാൻ മാ ഗറക ബിറബ്ബികൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക കല്ലാ ബൽ തുകദ്ദിബൂന ബിദ്ദീൻ. മനുഷ്യ, ഉദാരനായ നിന്റെ രക്ഷിതാവിന്റെ കാര്യത്തിൽ നിന്നെ വഞ്ചിച്ചു കളഞ്ഞതെന്താണ്? നിന്നെ സൃഷ്ടിക്കുകയും നിന്നെ രൂപപ്പെടുത്തുകയും നിനക്കാവശ്യമായതെല്ലാം ചെയ്തു തരികയും ചെയ്ത റഹ്മാനായ, കാരുണ്യവാനായ, ഉന്നതനായ നാഥന്റെ വിഷയത്തിൽ നിന്നെ വഞ്ചിച്ചു കളഞ്ഞതെന്താണ്? നിന്നെ വഞ്ചിച്ചു കളഞ്ഞവൻ ആരാണ്? റഹ്മാനായ നാഥനെ സംബന്ധിച്ചുള്ള ബോധവും അവനോടുള്ള കടപ്പാടുകളെ സംബന്ധിച്ചുള്ള ബോധവും മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് നീക്കിക്കളയുക എന്നത് മഹാവഞ്ചകനായ പിശാചിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. മഹാവഞ്ചകനായ പിശാച്, ശൈത്താൻ, അള്ളാഹുവിന്റെ കാര്യത്തിൽ നിങ്ങളെ വഞ്ചിച്ചു കളയാതിരിക്കട്ടെ. പിശാചിന്റെ ഏറ്റവും വലിയ പണി സഹോദരങ്ങളെ മനുഷ്യനെ നന്ദി കെട്ടവരാക്കുക എന്നതാണ്. തൗഹീദുള്ള ആളുകളെ പോലും നന്ദി കെട്ടവരാക്കിയിട്ട് ശിർക്കിലേക്ക്, കുഫറിലേക്ക് കൊണ്ടുപോകാൻ പിശാച് കിണഞ്ഞു പരിശ്രമിക്കുന്നതാകുന്നു. അതുകൊണ്ട് തന്നെ ശരിയായ സത്യവിശ്വാസികൾ നന്ദിയുള്ളവരായി ജീവിക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതേപോലെ തന്നെ റഹ്മാനായ നാഥൻ നമ്മളോട് പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം പോലും മനുഷ്യർ നന്ദിയുള്ളവരാവുക എന്നതിനു വേണ്ടിയാണ്. സൂറത്തുൻ നഹ്ലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ വജഅല ലകുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ലഅല്ലകും തഷ്കുറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഒന്നും അറിയാത്തവരായിക്കൊണ്ടാണ് അവൻ നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്നത്. പിന്നീട് കേൾവി, കാഴ്ച, ചിന്തിക്കാനുള്ള ഹൃദയം, ഇത് മൂന്നും നിങ്ങൾക്ക് നൽകി. എന്തിന്? അതിന്റെ മഖ്സദാണ് ഈ ആയത്തിൽ പറയുന്നത്. ലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടിയാണ്. കണ്ണ് നൽകിയത് എന്തിനാണ്? നന്ദി കാണിക്കാൻ. കാണാൻ എന്നല്ല പറഞ്ഞത്. കാത് നൽകിയത് എന്തിനാ? കേൾക്കാൻ എന്നല്ല പറഞ്ഞത്. പിന്നെയോ നന്ദി കാണിക്കാൻ. ഹൃദയം തന്നത് എന്തിനാണ്? ചിന്തിക്കാൻ എന്നല്ല പറഞ്ഞത്. പിന്നെയോ നന്ദി കാണിക്കാൻ. വജഅല ലകുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടിയാണ് ഈ അവയവങ്ങളൊക്കെ നൽകിയത്. ഇന്ന ഹാദിഹി തദ്കിറ ഫമൻ ശാഅ اتخذ إلى ربه سبيلا وما تشاءون إلا أن يشاء الله إن الله كان عليما حكيما.